തിരുവനന്തപുരം നെടുമങ്ങാട് ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായി 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് രാവിലെ അഴീക്കോട് ഒറോസ ഹോട്ടലിലായിരുന്നു സംഭവം. ഇന്നലെ രാത്രി ഗ്യാസിന് ലീക്ക് ഉണ്ടായിരുന്നു. പുലർച്ചെ വെള്ളം തിളപ്പിക്കാനായി തീ കത്തിച്ചപ്പോഴാണ് അപകടമുണ്ടായത്. കടയിലുണ്ടായിരുന്ന ഗ്ലാസും പാത്രങ്ങളും പൊട്ടിത്തെറിച്ചു. ഹോട്ടൽ ജീവനക്കാരായ രാജി, സിമി എന്നിവർക്കും ചായ കുടിക്കാനെത്തിയ നവാസിനുമാണ് പരിക്കേറ്റത്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കടയുടെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. ഇന്നലെ 80,473 ഭക്തരാണ് സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങിയത്. പരമ്പരാഗത കാനനപാതയായ പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ വർധനവുണ്ടായ സാഹചര്യത്തിൽ തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കാനനപാതയിൽ വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. കഴിഞ്ഞ ദിവസത്തിനേക്കാളും ശബരിമലയിൽ ഇന്ന് രാവിലെ തൊട്ട് ഭക്തജനനിരക്ക് അത്ര കണ്ട് വലുതല്ലെങ്കിലും ചെറിയ രീതിയിൽ തുടരുകയാണ്. ഇന്ന് രാവിലെ 7 മണിവരെ 20,000-ലധികം ഭക്തരാണ് മല ചവിട്ടിയത്. ഇപ്പോഴും ക്യൂ കോംപ്ലക്സിലടക്കം തിരക്കുണ്ട്. പക്ഷേ 18-ാം പടി ചവിട്ടുന്ന ഭാഗത്ത് അധികം തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണിയോടുകൂടി ഉണ്ടായ അപകടത്തിൽ രണ്ടുപേർ ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതിനൊപ്പം തന്നെ 5 പേർ, അതായത് 5 പേർക്ക് പരിക്കേറ്റ ആന്ധ്ര സ്വദേശികളായ 5 പേരെ പോലീസിന്റെ സഹായത്തോടു കൂടി ചെങ്ങന്നൂരിൽ നിന്നും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു. അവിടെ നിന്നും അവർ നാട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. ഇന്ന് തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ഈ ഒരു പുൽമേട് സത്രം വഴിയുള്ള ഈ ഒരു ഭക്തജന തിരക്ക് കൂടുന്നതിനാൽ ആ ഭാഗത്ത് കൂടുതൽ നിയന്ത്രണങ്ങളും ഒപ്പം തന്നെ നിരീക്ഷണവും ഏർപ്പെടുത്താനുള്ള പോലീസിന്റെ തീരുമാനമുണ്ട്. ഈ ഒരു കൂടുതൽ ശാരീരിക ബുദ്ധിമുട്ടും മറ്റ് അസുഖങ്ങളും മറ്റുമുള്ള ഭക്തർ ഈ ഒരു സത്രം പുൽമേട് വഴിയുള്ള ആ വഴി വരരുതെന്നും ഈ ഒരു നിലയ്ക്കൽ പമ്പ വഴി ശബരിമലയിലേക്ക് എത്തണമെന്നൊരു പോലീസിന്റെ നിർദ്ദേശമുണ്ട്. കാരണം ശാരീരിക ബുദ്ധിമുട്ട് അടക്കം നേരിടുന്നവർക്ക് ചികിത്സാ സഹായം അടക്കം ലഭിക്കാൻ കാലതാമസവും കൂടുതൽ അപകടത്തിലേക്ക് കാര്യങ്ങൾ കടക്കാതിരിക്കാനുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് പോലീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും തിരക്ക് തുടരാനാണ് സാധ്യത. കാരണം തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം ഇനിയിപ്പോൾ കേരളത്തിൽ നടക്കുന്ന മലയാളി സ്വാമിമാരടക്കം കൂടുതൽ സന്നിധാനത്തേക്ക് എത്താനാണ് സാധ്യത. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത് ശബരിമല സന്നിധാനത്ത് നിന്ന്. 9 മണി വാർത്ത ഇതോടെ പൂർണ്ണമാവുകയാണ്. ഇനി തെരഞ്ഞെടുപ്പ് ഫലം വളരെ വിശദമായി തന്നെ മുന്നണികളെല്ലാം പരിശോധിക്കുന്നുണ്ട്. ഇതോടൊപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു തിരിച്ചടി എങ്ങനെയാണ് LDF-നുണ്ടായത്, UDF-ന് എന്തൊക്കെ ഗുണം ചെയ്തു, NDA ഇപ്പോൾ നേടിയിട്ടുള്ള ഈ വോട്ടുകൾ, ഈ മുൻതൂക്കം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ അവർക്ക് കഴിയുമോ, ആരൊക്കെയാകും മേയർ സ്ഥാനാർത്ഥികൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്.